ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. 2 ദിവസത്തിനല്ലേ. പപ്പായുടെ ഉമ്മയുടെ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോവാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ പപ്പ? അപ്പം ഇനി പോണ വഴിക്കാണ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ പോണ വണ്ടി. ആൻഡ് എല്ലാവരും റെഡിയായി വന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടി കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. ഇതിൽ മോസ്റ്റ്ലി പപ്പായുടെ ഫ്രണ്ട്സും പിന്നെ ഉമ്മയുടെ സൈഡിലെ ഫാമിലി മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല ഗൈസ്, എല്ലാവരും വൈബായിരുന്നു. ലൈക്ക് ഒന്നിനൊന്നും മെച്ചുവരുന്ന എല്ലാവരും. പാട്ട് പാടാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഡാൻസ് ചെയ്യാനാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ആൻഡ് മൊത്തത്തിലൊരു വൈബായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ കടമ്പൂരിലേക്ക് വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോഴിക്കോട് ഭാഗമൊക്കെ ആയി, അതായത് ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. എങ്ങനെയുണ്ട് പപ്പ? അങ്ങനെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും എനർജറ്റിക്കായി പാട്ട് പാടാൻ തുടങ്ങി. காத்தாடி போலாடுது பொழுதாகி போச்சு, விளக்கேத்தியாச்சு, பொன்மான ஒண்ண தேடுது, ரசாத்தி ஒண்ண காணாது நெஞ்சு காத்தாடி போலாடுது. അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ എത്തി. സിൽവാൻ എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു ആക്ച്വലി ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. അതിനുശേഷം ചെക്കിൻ്റെ മുന്നേ ഓരോരുത്തരായിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. അതിൻ്റെ ഓരോ ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ റൂമൊക്കെ റെഡിയായതിനു ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷനപ്പ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പൂളിലേക്കാണ് ഇറങ്ങിയത്. ബട്ട് റൂമിൻ്റെ വീഡിയോയും ഫുഡിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം പൂളി കളിച്ച് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 40 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയ സമയം കൗണ്ടറിൽ ഇരിക്കുന്നവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു അവിടെ വെള്ളം വളരെ കുറവാണ്, നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് ജസ്റ്റ് പോയി നോക്ക്, വെള്ളം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ 3 പേര്, ഞാനും മാമയും രഞ്ജുവും കൂടി, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് വെള്ളം ഉണ്ടായില്ലേ എന്ന് നോക്കാൻ പോയത്. പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ നല്ല ലൊക്കേഷനായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി അവിടെ ചിൽ ഔട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറി. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് എത്തി. വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
സോ ഗൈസ് നമ്മളങ്ങനെ ചാടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, അപ്പ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചാടിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടോ അപ്പാ? ചായയൊക്കെ കുടിച്ച് വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി. മലകളുടെ മുകളിൽ കോടയൊക്കെ വന്നു തുടങ്ങി. നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും ചിൽ ആൻഡ് വൈബ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ഫുൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു നമ്മൾ. ഇവിടെ ഞങ്ങളുടെ ഫുള്ള് പപ്പയും ഉമ്മയും ഞാനും വന്നവരെല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു. കുറേ ഒന്നും ക്ലിപ്സ് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ മ്യൂസിക്കൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് ലാസ്റ്റ് ഡാൻസ് കളിച്ചു, എൻജോയ് ചെയ്തു. നല്ല പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഈ ഒരു ഡേ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.